ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ കണ്ണപ്പൻ്റെ സ്കൂളിൽ വിസിറ്റിംഗ് ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പേരൻസും കുട്ടീനെയും കൊണ്ടിട്ട് സ്കൂൾ വിസിറ്റ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ കണ്ണപ്പനെ നമ്മളിവിടെ വന്ന് ജൂനിയർ ഇൻഫൻറ്റ് 1 എന്ന് പറഞ്ഞിട്ടാണ് കണ്ണപ്പന് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. നമ്മുടെ നാട്ടിലെ LKG ആണ്. ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. പക്ഷേ നമ്മൾ ജൂണിൽ ഇവിടെ വെക്കേഷനാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുതിയ കുട്ടികൾക്ക് സ്കൂളും പിന്നെ ടീച്ചേഴ്സ് അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ വിളിച്ചേക്കുന്നത്. അപ്പോൾ ഞാനും ചേട്ടായും കണ്ണപ്പനും ഇന്ന് കണ്ണപ്പൻ്റെ സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകളാണോ? ഇവിടെ പേരൻസും കുട്ടികളൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ അവരോട് പോയി ജോയിൻ ചെയ്യാം. അപ്പോൾ 1 o'clock അവരോട് എത്താൻ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 5 minutes കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവരോട് പോയി ജോയിൻ ചെയ്യാം. അങ്ങനെ കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സിൻ്റെയും ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് അവരൊക്കെ ആയിട്ടൊന്ന് മിങ്കിളാവാൻ വേണ്ടി കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് പേരൻസിനോട് മീറ്റിംഗ് ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ സ്കൂളിൻ്റെ പോളിസീസും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീറ്റിംഗ് ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കണ്ണപ്പൻ്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ എപ്പോഴാണ് കുട്ടികളെ സ്കൂളിൽ രാവിലെ കൊണ്ടുവരേണ്ടതെന്നും, അപ്പോൾ ഇവിടെ അയർലൻഡിലെ എല്ലായിടത്തും ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഒരു 1:30 1:40 ഒക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാ കുട്ടികളുടെയൊക്കെ ക്ലാസ് കഴിയും. അപ്പോൾ കറക്റ്റായിട്ടും പേരൻസ് മസ്റ്റായിട്ടും കുട്ടികളെ റിസീവ് ചെയ്യാൻ വേണ്ടി ചെല്ലണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളും അവർ 1 by 1 ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എപ്പോൾ കുട്ടികളെ റിസീവ് ചെയ്യണം, എപ്പോൾ കുട്ടികളെ ഇവിടെ കൊണ്ടാക്കണം, യൂണിഫോംസ് കാര്യങ്ങളെല്ലാം എന്തൊക്കെ വേണം, എവിടെ നിന്ന് വാങ്ങണം, എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം ടി യു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ണപ്പനെ വിളിക്കാൻ വേണ്ടി അവൻ്റെ ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കണ്ണപ്പൻ അവിടെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ട്സായി, ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര കളറിങ്ങും ഭയങ്കര കളിയും ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. ലാസ്റ്റ് ഞങ്ങൾ കണ്ണപ്പൻ്റെ ടീച്ചറിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഒത്തിരി പേരൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കണ്ണപ്പൻ്റെ പിന്നെ ഓടിച്ച് തന്ന് ടീച്ചറിനോട് ടാറ്റ പറഞ്ഞിട്ടും അവന് മതിയാവുന്നില്ല.
അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോകാനുള്ള പരിപാടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവന് സ്കൂളിൽ വരാൻ മടിയൊന്നും ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ തൽക്കാലം നമ്മൾ സ്കൂൾ കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് പോരുകയാണ് ചെയ്യുന്നത്. ക്ലാസ് സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടീച്ചറിനോടും അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ സ്കൂളിൻ്റെ പ്രോസ്പെക്ടസും പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ എഴുതിയൊരു പേപ്പറും ഒരു ഫയല് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ക്രയോൺസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ വീണ്ടും സെപ്റ്റംബറിൽ കാണാമെന്ന് പറഞ്ഞാണ് പോരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു സ്കൂളിൽ വരാൻ വേണ്ടി. അങ്ങനെ അവനെ ഇവിടെ വെച്ച് അങ്ങനെ ഈ സ്കൂളിൽ വന്നവൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ പുതിയതായിട്ട് വന്നൊരു സ്കൂളിലേക്കാണ്, അല്ലെങ്കിൽ വേറെ ഇന്ത്യൻ കുട്ടികളൊന്നും ഇല്ല ക്ലാസ്സിൽ, ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ എന്നാൽ പോലും അവനൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. പക്ഷെ അവരത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവൻ എന്തായാലും കണ്ടപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും പോന്നു. അപ്പോൾ അവന് പോരാൻ തീരെ മനസ്സിലാണെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ണപ്പന് ചേട്ടായി ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു, മഴ വരാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കണ്ണപ്പൻ്റെ സ്കൂൾ വിസിറ്റ് ഡേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.